We are students from NIT Calicut. We are all students of second year EC, and the project is automatic level cross system. നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ് ലെവൽ ക്രോസ് സിസ്റ്റംസ്. അവിടെ നോർമലി മാനുവലായിട്ടാണ് ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ അതിനൊരു നൂതനമായ സൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ്. ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരാളെ അവിടെ നിർത്തുന്നതിന് പകരം ഇവിടെ നമ്മൾ ഓട്ടോമാറ്റൈസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇവിടെ ഞങ്ങൾ ഐ ആർ സെൻസേഴ്സും വെയ്റ്റ് സെൻസേഴ്സും RF സിസ്റ്റമുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം RF സിസ്റ്റത്തിലാണെങ്കിൽ ട്രെയിനിൽ നിന്നൊരു റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ പോസ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പെർട്ടിക്കുലർ ഗേറ്റ് സ്പാനിൽ ഗേറ്റ് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ആവും. അതിന് ബാക്കപ്പായിട്ട് ഒരു വെയ്റ്റ് സെൻസറും ഉണ്ട്. വെയ്റ്റ് സെൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ വെയ്റ്റ് സംതിങ് ലൈക്ക് 150 ടൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഭയങ്കര ഹെവി വെയ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ട്രെയിനോടുകൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിഗ്നലും ആ ഗേറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ആയിരിക്കും. അത് ക്രോസ് ചെയ്യണവരെ അത് ക്ലോസ് ആയിരിക്കും. അത് ക്ലോസ് ചെയ്താൽ ഓപ്പൺ ആവും. അപ്പം വേറെ ആളെ ആവശ്യമില്ല, അവിടെ ക്ലീനായിട്ട് കാര്യങ്ങൾ നടക്കും. നോർമലി ഒരു സിംഗിൾ ട്രാക്കുള്ള സിസ്റ്റംസാണ് നമ്മൾ കാണൽ. പക്ഷേ ഇന്ത്യയിലിപ്പോൾ പുതിയ ജനറേഷൻ റെയിൽവേ വന്നപ്പം കൂടുതലായിട്ട് ഡബിൾ ട്രാക്ക് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് സ്റ്റിൽ അത് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും ഞങ്ങളിവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 2 ട്രെയിൻ മൂവ് ചെയ്യുമ്പോഴും അതായത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ട്രെയിൻ പാസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ട്രെയിൻ സൈമൾട്ടേനിയസ്ലി പാസ് ചെയ്യാം. അങ്ങനെ പലവിധ കേസുകളുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 16 കണ്ടീഷൻ ഉണ്ട്. അതിനനുസരിച്ചായിട്ടാണ് ഞങ്ങൾ സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ അങ്ങനെ ഏത് ഇവൻച്വാലിറ്റീനെ ഫേസ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ സർക്യൂട്ട് ഫുള്ളി കമ്പാറ്റബിൾ ആണ്.